എല്ലാരും വന്ന് കഴിക്കാനിരിക്കുമ്പോഴേക്ക് നമ്മൾ എല്ലാ ആഹാരവും റെഡിയാക്കി ടേബിളിൽ വെക്കണം. എത്രയൊക്കെ ജോലിക്കാരുണ്ടായാലും എന്ത് കാര്യം, ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അവരോട് ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സീതയിന്ന് എന്താ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നേ? എല്ലാ പച്ചക്കറിയും കൂടെ ചേർത്ത് ഒരു അവിയൽ എന്തായാലും ഉണ്ടാക്കാം. ഒരു പാവയ്ക്കത്തോരം കൂടെ ഉണ്ടാക്കിയാലോ? ചട്നിപ്പൊടി ചേർത്താ മതി. അപ്പൊ അതിന്റെ കയ്പും അറിയില്ല, നല്ല രുചിയായിരിക്കും. എണ്ണയിലൊന്ന് ഫ്രൈയും കൂടെ ചെയ്താൽ ആ കയ്പൊക്കെ പൊക്കോളും. സീത എന്തു പറ്റി? ഒന്നുമില്ല മേമ്മ, നിങ്ങളിത് നോക്ക്, ഞാൻ പാവയ്ക്ക് കട്ട് ചെയ്ത് തരാം. എന്നാ അത് നന്നായി ചെറുതാക്കി അരിയണേ സീതേ. അരിഞ്ഞാ ഇന്ന് തീരില്ല. ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല മേമ്മ. ശാലിനി ഉണ്ടായിരുന്നെങ്കി. അയ്യോ, ഈ പാവയ്ക്കത്തോരനൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ വേറെന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞേനെ അല്ലേ? ഫിറ്റ്നസിന്റെ കാര്യം പറയുമ്പോ ഒരുതരം വട്ട അവൾക്ക്. സീതേ, എന്നാലും അവരിവിടെ വേണമായിരുന്നു. വീട്ടില് കുറച്ച് ആളുണ്ടെങ്കിൽ എന്നും ആഘോഷമാ. അവർ രണ്ടുപേരും പോയപ്പോ കണ്ടോ ഇവിടെ ഒരു അനക്കം ഇല്ലാതായി. അവരുടെ കാര്യം കഷ്ടമല്ലേ? അവരുടെ കുഞ്ഞ് അവരുടെ കൂടെ ഇല്ല. അവരപ്പോ എത്ര വിഷമം സഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്നെ നോക്ക്, ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് എന്നും വിഷമോ എനിക്ക്. അവരത്ര കഷ്ടപ്പെട്ട് സറോഗസിയിലൂടെ ഒരു കുഞ്ഞുണ്ടായിട്ടും ആ കുഞ്ഞിപ്പോ അവരുടെ കൂടെ ഇല്ല. അവർക്കപ്പോ എത്ര വിഷമം കാണും. എന്നിട്ടും ആ ഭഗവാൻ അവരെ കൈവിട്ടില്ലല്ലോ സീതെ. നമ്മുടെ അനന്തലക്ഷ്മി ഡോക്ടർ അവരുടെയും ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ സംഭവിച്ചാലും അനന്തലക്ഷ്മി ഡോക്ടർ അവരുടെ കുഞ്ഞിനെ തിരിച്ച് കണ്ടെത്തി കൊടുത്തിരിക്കും. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി, പറ്റില്ലെന്ന് അവര് പറയില്ല. നമ്മുടെ ഭാർഗവി ചേച്ചിയും ഡോക്ടറും ഭയങ്കര കൂട്ടാ സീതേ. പ്രപഞ്ചം ശരിക്കും ഇത്ര ചെറുതായിരുന്നോ? ശ്യാമിനും ശാലിനിക്കും വേണ്ടി അനന്തലക്ഷ്മി മാഡം ആയിരുന്നോ ഒരു സറോഗസി മദർ വഴി കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞത്? ഇപ്പൊ അവരുടെ കുഞ്ഞ് കൂടെ ഇല്ലെങ്കിൽ ഇനി അഥവാ അവര്... ഇല്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം അവരുടെ സറോഗസി മദർ അവരുടെ കുഞ്ഞു മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞൊരാളാണ്. ഞാൻ അങ്ങനെ ഒരു കള്ളം ആരോടും പറഞ്ഞിട്ടില്ല. സിഹി ജനിച്ചപ്പോ അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നില്ല. അത് ശ്യാമും ശാലിനിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താ? ഇല്ല, ആ പാരന്റ്സ് ഒരിക്കലും ശാലിനി ശ്യാമും ആയിരിക്കില്ല. സീതേ, ശാലിനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആൽമണ്ട് പൗഡർ വെച്ച് പായസം ഉണ്ടാക്കിയാലോ? സീതേ, സീതേ, അശോക്, I love you. I love you, ആഘോഷ് അങ്കിൾ. I love you. I love you. മോളെ മതി മതി, ഈ കുട്ടികളെ ഒന്ന് നിർത്ത്. പിന്നെ എന്താ അശോക്, എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കരുതി എപ്പോഴും അടുത്തിരുന്ന് വട്ട വരച്ചോണ്ടിരിക്കണോ? ഞാൻ അങ്ങനെ പറഞ്ഞു? അധികം സ്ട്രെസ് എടുക്കണ്ടതാ ഞാൻ പറഞ്ഞേ. ഐ അഗ്രി, ബട്ട് എന്റെ അഭിപ്രായത്തില് രോഗം വരുന്നത് മനസ്സിനാ. എന്റെ ബോഡിയിലുള്ള ക്യാൻസർ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിൽ ഒരു ഇത്തിരി നെഗറ്റിവിറ്റി വന്നാ കഴിഞ്ഞു. അതെടുത്തു കളയാൻ പിന്നെ വലിയ പ്രയാസമായിരിക്കും. സത്യം മോളെ, ഈ ക്യാൻസറിന്റെ കാര്യം നിന്നോട് പറഞ്ഞ നിനക്ക് സഹിക്കില്ല എന്ന് ഞാൻ സ്വയം കരുതിയിട്ട് നിന്നോട് പറയാൻ പറ്റിയില്ല. മറച്ചു വെക്കേണ്ടി വന്നു. ശരിക്കും വലിയ പേടിയാ എനിക്ക്. നിനക്ക് ആ ധൈര്യമുള്ളത്. നിനക്കുള്ള പോസിറ്റിവിറ്റി എന്തിനെ അതിജീവിക്കും. ഈ ക്യാൻസർ ഒന്നുമല്ല. എന്റെ ട്രീറ്റ്മെന്റ് റിമൈൻഡർ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഇന്നലെ വന്നിരുന്നു. ഞാനും ട്രീറ്റ്മെന്റിനും പോവാൻ റെഡിയാ, വിത്ത് ഓൾ മൈ ഹാർട്ട്. എനിക്ക് ഒരു പേടിയുമില്ല. കൂടെ ഭഗവാനുണ്ട് ഇവിടെ എന്റെ മുന്നില്. ഓ പ്ലീസ്, എന്റെ ഹൃദയം കല്ലൊന്നുമല്ല. ദൈവത്തിനാണോ കല്ലെന്ന് പറഞ്ഞേ? പിന്നല്ലാതെ, നിനക്ക് ഇങ്ങനെ ഒരു അസുഖം തന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ദൈവത്തിനോട് ഭയങ്കര ദേഷ്യമാണ്. എന്റെ മനസ്സിന് ഇത്രയും ധൈര്യം തരുന്നതും ആ ഭഗവാനാ. കല്ലിൽ കൊത്തിയെടുത്ത പൂവ്, അതാ എനിക്ക് ഭഗവാൻ. എന്റെ അസുഖം ഭേദമാക്കി തരൂ ഇല്ലയോ എന്ന് എനിക്കും ഒന്ന് അറിയണം. ഏയ്, പിന്നെ
പൊട്ടിക്കറിയുവാണോ? അല്ല. എനിക്കെന്താ കണ്ട മനസ്സിലാവില്ലേ? പ്ലീസ് അശോക്, യു ഡോണ്ട് വറി. നോക്ക്, ഞാൻ എന്ത് കോൺഫിഡന്റ് ആയിട്ടാ നിൽക്കുന്നേന്ന്. എത്ര ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നേ. നിങ്ങളും അങ്ങനെ വേണ്ടേ നിൽക്കാൻ? എന്ത് രോഗം വന്നാലും ശരി, കോൺഫിഡൻസിനേക്കാളും വലിയ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാ, എനിക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ കോൺഫിഡന്റ് ആയാൽ മതി. നിനക്ക് ഇപ്പൊ ഞാൻ പൂജാമുറിയിൽ വെച്ച് നിന്നെ സിയെയും കുറിച്ച് ഓർത്തതേ ഉള്ളൂ. 100 ആയുസ് നേർന്നിട്ട് നമ്മൾ ആരെങ്കിലും 100 വർഷം ജീവിക്കാറുണ്ടോ അമ്മേ? അങ്ങനെ പറയല്ലേ മോളെ. രാവിലെ തന്നെ നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾക്ക്? മനസ്സിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടമ്മേ, അതാ ഞാൻ നിങ്ങളെ വിളിച്ചത്. പുലർച്ചെ നമ്മൾ കാണുന്ന സ്വപ്നം സത്യമാവുന്നല്ലേ പറയാറ്? അത് സത്യമാണോ അമ്മേ? ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ മോളെ നമ്മൾ സ്വപ്നത്തിന്റെ രൂപത്തിൽ കാണുന്നത്. നീ ഉണർന്നിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് സ്വപ്നത്തിൽ ഒരു ഉത്തരം ലഭിക്കും. മോളനോട് പറ, മോളെ എന്ത് സ്വപ്ന കണ്ടേ? ഇനി അവളുടെ ബയോളജിക്കൽ പേരൻസ് വന്ന് എന്റെ മകളെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞാ അവരോട് എന്തു പറയണമെന്ന് നിനക്ക് അറിയില്ലേ സീത? നിന്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യപ്പെട്ട കാര്യം തന്നെയായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഞാൻ വെറുതെ ഒരു സ്വപ്നം കണ്ടതിന് എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടുന്നത്. അമ്മേ, സിഹിയും റാമും കൂടെ കഴിക്കാനായിട്ട് പോയതാണ്. എന്നെ കാത്തിരിക്കായിരിക്കും. ഞാൻ ചെല്ലട്ടെ എന്നാ. അച്ഛനെ ഞാൻ തിരക്കിന്ന് പറയണേ. ശരി സീത മോളെ, ശ്രദ്ധിക്കണേ. ഓക്കെ അമ്മേ, ബൈ. അങ്ങനെ കൊട്ടിക്കൊട്ടി പൊളിക്കല്ലേ, പഴയ വീടാ, ചുമരൊക്കെ ഇടിഞ്ഞ് വീഴും. അയ്യോ, അവിടെ ഒരു കോളിംഗ് ബെല്ലില്ലേ, അതെന്തിനു വെച്ചേക്കോ അവിടെ? അയ്യോ, വാതിലിപ്പോ പൊളിക്കോ? എന്താ വേണ്ടത്? എല്ലാ ഇൻഫർമേഷനും ഞാൻ തന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടാ, 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 ആരേലും വന്നെന്നെ ഒന്ന് രക്ഷിക്ക്. എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നേ? രാവിലെ തന്നെ കള്ളനെയൊക്കെ കണ്ട പോലെ കിടന്ന് വെറുതെ. അയ്യോ അമ്മേ, രക്ഷിക്കണേ. അയ്യോ, രണ്ടും കൂടെ മിണ്ടാതെ വായടച്ച് നിന്നോണം. നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ. ഏയ്, സീത ഒരു സറോഗേറ്റ് മദർ ആണത്രേ. അവളൊരു സറോഗേറ്റ് മദർ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സിഗരറ്റ് മധുരോ? സിഗരറ്റ് അല്ല, സറോഗേറ്റ്. സറോഗേറ്റ് മദർ. അങ്ങനെ പറഞ്ഞ എന്താ? സറോഗേറ്റ് മദർ എന്ന് വെച്ചാ വാടക ഗർഭം ധരിക്കുന്ന അമ്മ. വാടക ഗർഭം ധരിക്കുന്ന അമ്മയോ? അമ്മയ്ക്ക് ആരെങ്കിലും വാടക കൊടുക്കാറുണ്ടോ? ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് മറ്റൊരു സ്ത്രീ മുഖേന കുഞ്ഞിന് ജന്മം നൽകും. അതിനെയാ സറോഗേറ്റ് മദർ എന്ന് പറയുന്നത്. മറ്റാർക്കെങ്കിലും വേണ്ടി മക്കളെ ഗർഭം ധരിക്കുന്ന അമ്മ, അതാ സീത, വാടക തള്ള. തന്നെ? മകളെ മകളെ എന്നൊക്കെ വിളിക്കാറില്ലേ? ആ തല തെറിച്ചവള് സിഹി. നിന്റെയൊക്കെ സീത ആ കുഞ്ഞിന്റെ അമ്മയല്ല. അവളുടെ ഗർഭപാത്രം മറ്റൊരാൾക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുത്തതാ. മനസ്സിലായോ? ഞാൻ കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ആരോടാ പറയേണ്ടത്?
ഇതുവരെ എന്റെ സ്വപ്നത്തെ വന്നിട്ടില്ലാത്ത അനന്തലക്ഷ്മി എന്തിനാ ഇപ്പൊ വന്നത്? എന്തിന്റെ സൂചനയാ അത്? എന്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ ഞാൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിന് പകരം നേരിട്ട് അനന്തലക്ഷ്മി മാമിനെ വിളിച്ച് എന്റെ കൺഫ്യൂഷൻസ് എല്ലാം പറഞ്ഞോളാം. അപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കോളും. സീതാ, നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയതാ? ഇതുവരെ എന്താ ഫുഡ് കഴിക്കാഞ്ഞേ? റാം, ഒരിടം വരെ പോവാനുണ്ടായിരുന്നു. പോയി വന്നിട്ട് സംസാരിക്കാം. ഇനി എമർജൻസി? സോറി റാം, ഇപ്പൊ നിങ്ങളോട് ശരിക്കുള്ള കാരണം പറയാൻ കഴിയില്ല. ഞാൻ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ പ്ലീസ്? ആക്ച്വലി ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് പുറത്തു പോവാണ്. നീയും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ നീ ഇപ്പോ വേറെ എങ്ങോട്ട് പോവാൻ നിൽക്കല്ലേ? ഇപ്പൊ കഴിയില്ല റാം, ഞാൻ പോയി വന്നിട്ട് നിങ്ങളോട് വന്നോളാം. എനിക്കറിയാം ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോ ആലോചിക്കുന്നേ. കുറച്ച് കഴിഞ്ഞ് ഇതിനെ പറ്റി സംസാരിക്കാം പ്ലീസ്. യാ, ഇറ്റ്സ് ഓക്കെ. എന്തിനാ നീ ഇങ്ങനെ ഫോർമൽ ആവുന്നത്? നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ, അതിനുള്ള ഫ്രീഡം ഒക്കെ നിനക്കുണ്ട്. അല്ല, എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓൺ ദ വേ ഞാൻ ഡ്രോപ്പ് ചെയ്യാറുന്നല്ലേ? റാം, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം. അതെ, ഞാൻ കാരണം ലേറ്റ് ആവുന്ന കരുതണ്ട. ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക. റാം, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഓഫീസിലേക്ക് പോക്കോ. സീത, ഐ ക്യാൻ റിയലി ഡ്രോപ്പ് യു. ആക്ച്വലി എന്താന്നോ, നമ്മുടെ സിഹി നിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാവള്. പക്ഷേ സാരമില്ല, ഞാൻ പോകുമ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഓഫീസിൽ പോയിക്കണം. താങ്ക് യു റാം. ബൈ സീത. ബൈ. ഇത് കൊള്ളാലോ അമ്മേ. ഇങ്ങോട്ട് എത്തിയ ശേഷം നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. എല്ലാം എന്റെ ഭർത്താവിന്റെ പ്രഭാവം കൊണ്ടാ. എന്താ മോളെ, അമ്മ ഇനി എന്നെ കണ്ടു വേണോ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കാൻ? അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും സൂപ്പറാ. ഒന്ന് വെറുതെ ഇരിക്കാം അശോക്, വെറുതെ അമ്മയെ സൂചിപ്പിക്കില്ല. എന്നിട്ട് ചേച്ചി, ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എവിടെയൊക്കെ പോയി? അഞ്ജു, ട്രിപ്പ് എന്തായാലും സൂപ്പർ ആയിരുന്നു. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് പോലും അറിവുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അത്ര സൂപ്പർ ആയിരുന്നു അവിടെ. നമ്മൾ രണ്ടുപേരും ഒരു സ്പെഷ്യൽ ജോഡിയാണല്ലേ. കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. ആളില്ല, ബഹളമില്ല, ഫുൾ കാം. സൂപ്പർ ആയിരുന്നു. എനിക്കാണെങ്കിൽ നിങ്ങളും ചേട്ടനും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ എല്ലായിടത്തും പോയി വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് നല്ല സന്തോഷമായി. ആക്ച്വലി ഇറ്റ്സ് മൈ ഡ്രീം കം ട്രൂ മൊമെന്റ്. നിങ്ങളെ രണ്ടുപേരും ഒരുപാട് മിസ് ചെയ്തു. നെക്സ്റ്റ് ടൈം നമുക്ക് 4 പേർക്കും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോ. രസമായിരിക്കും. ഓക്കെ ചേച്ചി, പക്ഷെ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ റോഡ് ട്രിപ്പ് മാത്രമല്ല, ഔട്ട് ഓഫ് കൺട്രി, ക്രൂസ്, അങ്ങനെ എല്ലാ ട്രിപ്പും ചെയ്യണം. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നതും അഡ്വഞ്ചർ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അതൊക്കെ ഇഷ്ടം. പക്ഷെ ഇനി അങ്ങനെ ഒരു മൊമെന്റിന് എന്തെങ്കിലും രോഗം വരണ്ടേ? ഏയ്, എന്താ പറഞ്ഞേ? ഒരു അസുഖവും ഇല്ല നിനക്ക്, ഒരു അസുഖവും ഉണ്ടാവുകയില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. അമ്മേ, നിങ്ങളൊക്കെ നല്ല ആക്ടേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. മതി, നാടകം മതി. നാടകമോ? എന്ത് നാടകമാ മോളെ? അമ്മേ, ഐ നോ, എനിക്കറിയാം എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. ആൻഡ് ഞാനതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. ആക്ച്വലി എന്നെക്കാളും നിങ്ങൾക്കൊക്കെ ടെൻഷൻ കൂടുതലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാം പെട്ടെന്ന് മാറും. എന്താ മോളെ, എന്തോ തലവേദന വന്ന പോലെ അത്ര എളുപ്പത്തിലാണല്ലോ പറയുന്നത്. കരഞ്ഞും വിഷമിച്ചും ഞാൻ ഇവിടെ നിന്ന് പോയാൽ മാത്രമാണമ്മേ ഞാൻ ക്യാൻസറിനോട് തോക്കുക. എനിക്ക് ജീവിതം ബാക്കിയുണ്ട്, എനിക്ക് ജീവിക്കണം. എന്റെ ജീവിതം സുന്ദരമായിരിക്കണം. രോഗം വന്നപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയാനും തോന്നുന്നുണ്ടാവും. ബട്ട് ഐ റിയലി ലവ് മൈ ലൈഫ് അമ്മ. എന്റെ ഭർത്താവ്, അമ്മ, അഞ്ജു, എന്റെ ഫ്രണ്ട്സ്, ഇവരുടെ എല്ലാവരുടെ കൂടെ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോളാം, എല്ലാം ഭേദാവും. നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കേ. ചേച്ചി,
ആത്മവിശ്വാസം എന്നൊന്നുണ്ടെങ്കിൽ എന്തിനു വേണമെങ്കിലും നമുക്ക് അതിജീവിക്കാം. നിങ്ങളുടെ ഈ ധൈര്യവും ആത്മവിശ്വാസമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ നിനക്ക് ധൈര്യം തരുമെന്ന് അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് നീയാ ഞങ്ങൾക്കിപ്പോ ധൈര്യം തരുന്നേ. പിന്നല്ലാതെ ധൈര്യത്തിന്റെ പര്യായല്ലേ പ്രിയ. ഓക്കെ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം, പോയി റെഡി ആവട്ടെ. അമ്മേ, എനിക്ക് വയ്യാത്ത കാര്യം അറിഞ്ഞതിന് ശേഷം അമ്മയുടെ ഫുഡിനൊക്കെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എന്തായാലും ചാവാൻ പോവില്ല, രുചിയുള്ള എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി അമ്മ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. നിങ്ങൾ മുത്തശ്ശിയായി കഴിഞ്ഞാലും ഞാൻ അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഉണ്ടാക്കി തന്നോണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എല്ലാ കാര്യങ്ങളും തമാശയാണോ നിനക്ക്? ഇനി ഈ കാര്യത്തിൽ തമാശ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ഓക്കെ ജഗദമ്പേ, സോറി. റെഡി ആവട്ടെ. ശരി സിഹി. മോളെ, ഞാനൊന്ന് പുറത്തു പോവാണേ, പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാവേ. നീ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. സീതേ, 2 പൂരി കഴിച്ചിട്ട് പോയാ മതി. ഇരുന്നേ. വേണ്ട മേമ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. മോളെ, ഇന്ന് ഹോളിഡേ എന്ന് നിനക്ക് വെറുതെ ബഹളം ഉണ്ടാക്കി നടക്കല്ലേ. എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാവേ. സീത, എന്താ ഇത് സീത? ഇവിടെ ഇത്രയും ആൾക്കാരില്ലേ? നിന്റെ മകൾക്ക് നീ തന്നെ വന്ന് തെറ്റ് തിരുത്തി കൊടുക്കണം. ഞങ്ങൾ എന്താ അവളെ ഹെൽപ്പ് ചെയ്യില്ലേ? നീ പോയിട്ട് വാ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. താങ്ക്സ് അമ്മേ. സീത, നീയൊന്നും കഴിക്കാതെ പോകുന്നെന്ന് തോന്നുന്നു. അർജന്റായിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയതാ? എങ്ങോട്ടാ പോകുന്നെന്നെങ്കിലും പറയാൻ പറ്റുമോ? ബാങ്കിലൊരു കാര്യം ഉണ്ടായിരുന്നു. മെയിൻ ബ്രാഞ്ചിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ പോയി വന്നിട്ട് എല്ലാം സംസാരിക്കാം. ബൈ. സിഹി, കഴിച്ചോ കേട്ടോ. വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയേ. ഓഹോ, ഇന്ന് സിഹിമോൾ ഒറ്റയ്ക്കാ ഭക്ഷണം കഴിക്കുന്നേ? ഞാൻ വരത്തില്ലേ? അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. ചെറിയ ചെറിയ പീസാക്കി തരാം ഞാൻ. ടൈനി ടൈനി പീസസ് ഫോർ ടൈനി ടൈനി ബേബി. അപ്പു, സീത എന്തോ തിരക്കുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയല്ലോ. ഭക്ഷണം പോലും കഴിച്ചില്ല അവള്. യാ മേമ, ഐ ഗസ്. ഗസ് എന്നോ? എന്താടാ ഇത്? അവളെന്ത് കാര്യത്തിന് പുറത്തു പോയെന്ന് നിനക്കറിയില്ലേ? എന്തോ അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് പറയാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല മേമ. ഇന്നത്തെ കാലത്തെ ഭർത്താക്കന്മാരെ സമ്മതിക്കണം. ഭാര്യ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കാനുള്ള അധികാരം പോലും ഇല്ലേ? അധികാരത്തെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല മേമ, ബട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പൊ അവര് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് തിരക്കിട്ട് ഹറി ആൻഡ് ബറിയിൽ നിൽക്കുമ്പോ എന്താ നീ എവിടെ പോവാന്ന് ചോദിക്കുന്നതിന് പകരം അവരെ സന്തോഷപൂർവ്വം പറഞ്ഞിരിക്കുന്നല്ലേ മേമ നല്ലത്. എന്തായാലും അവൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എങ്ങോട്ടാ പോയത്, എന്തിനാ പോയെന്നൊക്കെ അവള് കൃത്യമായിട്ട് പറയും. ആ വിശ്വാസം എനിക്കുണ്ട് മേമ. ബാങ്കിലെ കാര്യമാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പക്ഷേ റാമിനോട് എന്തിനാ അത് മറച്ചു വെച്ച്? അവനോടും പറയാമായിരുന്നല്ലോ സീത. എന്തിനായിരിക്കും മറച്ചു വെച്ചത്? അച്ഛാ, പീസാക്കിയത് മതി, ഞാൻ കഴിച്ചോളാം. ഓക്കേ ബോസ്. സീ യു ജഗരേ. സീ യു. നീയും ഓഫീസിലേക്കാണോ അപ്പു? ആ മേമ, ഓൺ ദ വേ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഓഫീസിലേക്ക് പോവാൻ. ഓൾ ദി ബെസ്റ്റ് അച്ഛാ. ഓൾ ദ ബെസ്റ്റോ? എന്താ ജഗരേ? നിങ്ങൾക്ക് എന്തോ ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനാ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ശ്യാമംഗലിന്റെ ശാലിനി ആന്റിയുടെയും കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ബെസ്റ്റ് വിഷസ് എന്റെ മോള് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടേ വേണ്ട. അത് 100% നടന്നിരിക്കും. അപ്പു, അവരുടെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ആ വിശ്വാസത്തിൽ ഇറങ്ങുന്നത് മേമ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.
നിങ്ങൾ ഡോക്ടർ അങ്കിളിന്റെ കുഞ്ഞാവെ അന്വേഷിക്കുവാണെങ്കിൽ ഡബിൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചക്കരെ. ബൈ ബൈ ചക്കരെ, ബൈ. നമ്മളാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തപ്പോഴേക്കും ആകെ ക്ഷീണമായല്ലോ ശ്യാം. ഇനി വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുവരണം, അത് അറേഞ്ച് ചെയ്യണം, കിച്ചൺ സെറ്റ് ചെയ്യണം. ഓ ഗോഡ്. ഒരുവിധം എല്ലാ ഐറ്റം ബുക്ക് ചെയ്തില്ലേ ശാലു? മോസ്റ്റ്ലി എല്ലാം ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുമായിരിക്കും. എന്നാലും ഏതോ അനാഥ പ്രേതങ്ങൾ വന്ന് കയറിയതുപോലെ നേരെ കയറി അങ്ങ് താമസിച്ചതല്ലേ ശ്യാം. ഒരു പൂജ നടത്തിയില്ല, ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ഒന്നും വിളിച്ചില്ല. ഇനി അഥവാ വിളിച്ചാലും ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പോലും വീട്ടിൽ ഒരു സാധനവും ഇല്ല. ഫ്രം സ്ക്രാച്ച് ഇനി എല്ലാം സെറ്റ് ചെയ്തുണ്ടാക്കണം. എന്തൊരു തലവേദന ഇതെന്നറിയോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണേ? ഇത്രയും വേഗം നമ്മളൊരു വീട് കണ്ടെത്തി, അത് നമുക്ക് ഓക്കെ ആയി, നമ്മളിപ്പോ ഇവിടെ എത്തിയില്ലേ? അങ്ങനെ ചിന്തിക്ക്. തിങ്ക് അബൌട്ട് ദ ഗുഡ്. നോ, വാട്ട്സ് ദാറ്റ് ഗുഡ് തിങ് നൗ? അതെന്ത് ചോദ്യാ ചോദിക്കുന്നത്? നോക്ക്, നമുക്ക് റാമിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടി. പിന്നെ ഭാർഗവേന്റി പറഞ്ഞ് നീ കേട്ടില്ലേ? ഡോക്ടർ അനന്തലക്ഷ്മിയുടെ ക്ലോസ് ഫ്രണ്ടാണ് അത്രേ. പിന്നെന്താ, അവരൊന്ന് ചോദിച്ചാൽ നമുക്ക് ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഗുഡ് വേ. നിന്റെ കാര്യം വിട്. ഓൾവേസ് ഓപ്റ്റിമിസ്റ്റിക്. എനിക്ക് അങ്ങനെ നിൽക്കാൻ അറിയില്ല ശ്യാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നീ കുറച്ച് നെർവസ് ആയിരുന്നേ ഉള്ളൂ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. കണ്ടോ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ നമ്മുടെ ലൈഫ് നമ്മൾ ഇമാജിൻ ചെയ്യാത്ത അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആദ്യം കണ്ടെത്ത്. എന്തായാലും കണ്ടെത്തും. പിന്നെ ശാലു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ ഡോക്ടർ അനന്തലക്ഷ്മിയോട് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? മോള് ജീവിച്ചിരുന്നിട്ടും മരിച്ചെന്ന് പറഞ്ഞ എന്തിനാ? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. സീത, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ലാത്ത സീത ഇന്ന് എന്തിനായിരിക്കും വിളിക്കുന്നത്? ഇന്നലെ എന്നെ ആരോ വന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. എന്തൊക്കെയോ ഇൻഫോർമേഷൻസ് അവർ സീതയെക്കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. കാര്യം എന്തായിരിക്കും? സീത എന്തെങ്കിലും പ്രോബ്ലത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. സീത. ഹലോ ഡോക്ടർ, നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. എനിക്കറിയാം നിങ്ങൾ ബിസി ആയിരിക്കുമെന്ന്. നിങ്ങൾ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ടൊന്ന് മീറ്റ് ചെയ്തോളാം പ്ലീസ്. സീത, എന്തെങ്കിലും പേടിച്ച് സംസാരിക്കുന്നത്? ഡോക്ടർ, എനിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റൂ. അത് കഴിഞ്ഞ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തോളാം പ്ലീസ്. യെസ്, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. പ്ലീസ് ഡു കം. ഓക്കെ ഡോക്ടർ. ഇൻഫാക്ട് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. പ്ലീസ് കം. ശരി ഡോക്ടർ, ഞാൻ എന്താ വരുന്നു.